നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ കൂപ്പൺ കയ്യിൽ തരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പോയി അതിന്റെ ഡീറ്റെയിൽസ് തരും. ഓക്കെ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തട്ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായ ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. അതും നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള തട്ടിപ്പ്. രേണുസുധിയുടെ പുതിയൊരു തട്ടിപ്പ് സെറ്റപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 500 രൂപയ്ക്ക് വീട് സെറ്റപ്പ്. നമ്മൾ ഇന്നലെ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയനെ കുറിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട നമ്പറിൽ കൂപ്പൺ എടുക്കാനായിട്ട് ഞാൻ വിളിച്ചു. ആ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പേ ആ ലക്കി ഡ്രോയുടെ ഒരു ചെറിയ അംശം മാത്രം നമുക്ക് ഒന്നുകൂടെ കാണാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടെ. വീടാണ് വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലം വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് പറയുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. ഇതേപോലെ കുറെ സ്കൂട്ടി സെറ്റപ്പ്. അതായത് ടോട്ടലി പറയുന്നത് 500 രൂപയുടെ നമ്മളൊരു കൂപ്പൺ എടുക്കുക. കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ ഈ സാമാനം എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സെറ്റപ്പ് നടന്നിരുന്നതെല്ലാം കൂർഗിലും കൊടകിലും ഒക്കെയാണ്. നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ലോട്ടറി നിരോധിച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് പാർട്ടീസിന് ലോട്ടറികൾ വിൽക്കാൻ പറ്റില്ല. അത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമേ നമ്മുടെ കേരളത്തിൽ ലോട്ടറി വിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ നടക്കുന്ന ലക്കി ഡ്രോ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഷോപ്പിൽ നിന്നും ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ന സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ സാധനത്തിന്റെ പ്രൊമോഷന് വേണ്ടി നമുക്കൊരു കൂപ്പൺ തരും. അല്ലാതെ ഈ കൂപ്പൺ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നതല്ല. ഇത് പ്രൈവറ്റ് പാർട്ടിയുടെ ഇത് നിർത്തലാക്കിയതിന്റെ കാരണം തന്നെ ഒരുപാട് ഉടായ്പകൾ, അതായത് അവർക്ക് വേണ്ടവർക്ക് അടുപ്പിക്കുക, സ്വന്തക്കാർക്ക് അടുപ്പിക്കുക, ഈ സെറ്റപ്പ് കൊണ്ട് തന്നെയാണ് ഈ പ്രൈവറ്റ് പാർട്ടീസിന്റെ ലോട്ടറി ഇവിടെ നിരോധിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോ ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്ത് വളരെ വലിയൊരു പ്രശ്നമായതാണ്. പക്ഷേ രേണുസുധി ഇതേ സെറ്റപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രേണുസുധിയും പുള്ളിക്കാരിയുടെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു. നമ്മുടെ ഈ ലക്കി ഡ്രോയിൽ 3 നമ്പർ ഇവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തു. 1ാമത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ, അതായത് 3ാമത്തെ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു സ്ത്രീയാണ് എടുത്തത്. അവർ പറഞ്ഞു, അയ്യോ ഞാനല്ല, മുകളിലത്തെ നമ്പറിൽ വിളിക്കും, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ നമ്പറിൽ ഞാൻ വിളിച്ചു, കോൾ പോയതേ ഇല്ല. 1ാമത്തെ നമ്പറിൽ ഞാൻ വിളിച്ചു, ഞാൻ ഒരു യൂട്യൂബറാണ്, എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും, സാറേ ഞങ്ങളൊരു അരമണിക്കൂറിൽ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്തു. അരമണിക്കൂറിൽ അവർ തിരിച്ച് വിളിച്ചില്ല. ഞാൻ അവർക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു, റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ വോയിസ് മെസ്സേജ് ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഞാൻ അയച്ച വോയിസ് മെസ്സേജ്. ഞാനായിരുന്നു മുമ്പേ കോൺടാക്ട് ചെയ്തതിനെ. എന്റെ പേര് മനു എന്നാണ്. മറ്റേ യൂട്യൂബിൽ നിന്ന് വിളിച്ചത് ഞാനായിരുന്നു. ഇത് എന്റെ വാട്സ്ആപ്പ് നമ്പറാണ്. മറ്റൊരു വാട്സ്ആപ്പ് ഒന്നുമില്ല. അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇട്ടേക്കണേ. ഓക്കെ. പുള്ളി നിലവിൽ ഓൺലൈനിലുണ്ട്. പക്ഷെ ഞാൻ അയച്ച മെസ്സേജിനൊന്നും ആള് റിപ്ലൈ തരുന്നില്ല. ഞാൻ ഇദ്ദേഹത്തെ മറ്റൊരു നമ്പറിൽ നിന്ന് ഈ കൂപ്പൺ എടുക്കാനാണ് എന്ന വ്യാജേന വിളിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവര് ബുദ്ധിയില്ലാതെ ന്യായീകരിക്കുന്നതാണോ, ശരിക്കും മണ്ടന്മാരാണോ എന്നറിയില്ല കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിട്ടോ കോൺടാക്ട് ചെയ്തേ. കാരണം മെയിൻ ആയിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഒരു ലക്കി ഡ്രോ ഇതേപോലെ കൂർഗിൽ നടന്ന് ഭയങ്കര പ്രശ്നമായിട്ടൊന്നും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. അതെ 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 അതെ. അത് മാത്രമല്ല, കുഞ്ഞാനല്ലേ? അതെ 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 അതെ. അത് നമ്മുടെ ഇതിന്റെ തൊട്ടാണ് പുള്ളിട്ടത്. കേട്ടില്ല, ഒന്നുകൂടെ പറയാം. നമ്മളീ പ്രോജക്ട് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിന്റെ വീട്. അറിയാം? ഇല്ല, പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീട് ഈ ലോട്ടറി ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണെന്നാ പറയുന്നത്. ഇല്ല, എനിക്കറിയില്ല ഇത് എവിടെയായിരുന്നു. അത് ഞാൻ കോണ്ടാക്ട് ഉള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ തോന്നി. കാരണം ഇവര് പറഞ്ഞതിനകത്ത് ഗോൾഡ് ഉണ്ടെന്ന് പറഞ്ഞത് എത്രയാണെന്ന് പറയുന്നില്ല. പിന്നെ വീടിന്റെ ഇപ്പൊ നോർമലി എല്ലാരും ചെയ്യുമ്പോഴത്തേനും ഈ വീടിന് ഇത്ര മൂല്യം ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ഒരു 50 ലക്ഷത്തിന്റെ വീടാണെന്ന് അതിൽ പറയുന്നുണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. പിന്നെ കാറിന്റെ മൂല്യം ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന സ്ഥലത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടൂർ എന്ന സ്ഥലത്താണ് നമ്മളെ പ്രൊജക്ട് ഉള്ളത്. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ വീട് എന്ന് പറയുന്നത് അതിൽ 10 കിലോമീറ്റർ അപ്പുറത്ത് പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണത്. അപ്പോ നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വെക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഇഷ്യൂ നടന്ന സ്ഥിതിക്ക് ആളുകൾ അതൊക്കെ അന്വേഷിക്കുമല്ലോ, എങ്ങനെയാണ് പിന്നെ ഡ്രോ എടുക്കുന്നത്. നമുക്ക് ഫിസിക്കൽ കൂപ്പൺ കിട്ടില്ല. നമ്മളിപ്പോ ഫിസിക്കൽ കൂപ്പൺ നമുക്ക് ഇവിടുന്ന് കൊല്ലത്തേക്ക് എത്തിക്കാൻ കഴിയില്ലല്ലോ. നമ്മളിപ്പോ വാട്സപ്പ് ചെയ്ത് തരും കൂപ്പണ്. അപ്പൊ നിങ്ങൾ യാദൃശികമായിട്ട് നമ്മള് നറുക്കെടുക്കുന്ന നിങ്ങളൊക്കെ നമ്മൾ ക്ഷണിക്കും. നമ്മൾ വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ നടത്തുക.
അന്ന് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ കോപ്പി നിങ്ങൾക്ക് കയ്യിൽ തരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വാട്സപ്പ് വഴി അതിന്റെ ഡീറ്റെയിൽസ് തരും. ഓക്കെ ഓക്കെ. അല്ല എനിക്ക് ഡൗട്ട് ഉണ്ടാവാനുള്ള കാരണം ഇതാട്ടോ, ഓൾറെഡി മുമ്പേ കുറച്ച് ഇഷ്യൂസ് നടന്നതുകൊണ്ടുകൂടാ. പിന്നെ നമ്മൾ ഈ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ കൂപ്പൺ അടിക്കുമ്പോഴത്തേനും ഒരു റസീത് ബുക്കായിട്ട് അടിക്കുന്നത് ഇതിനകത്ത് അങ്ങനെ നമ്മുടെ അങ്ങനെ ബുക്ക് ഈ കൂപ്പൺ നമ്പർ ഒന്നും പ്രിന്റഡ് ഒന്നും കാണുന്നില്ല. നമ്മളെ മൊത്തത്തിൽ നമ്മൾ തന്നെ അത് ഓൾറെഡി ഇത്ര ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ സംശയം വരുന്നത്. ഞാൻ ഓൾറെഡി ഉള്ളതാ. അത് പ്രിന്റ് കാണുന്നില്ലെന്നോ? അതെ, പ്രിന്റ് ഇവര് വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്ത കൂപ്പണിന്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കൂപ്പൺ നോക്കുകയാണെങ്കിൽ അല്ല, വീഡിയോയില് ഡിസ്പ്ലേ ചെയ്ത് നോക്കണ്ട. അത് നമുക്ക് അതിൽ വീഡിയോ എഡിറ്റ് ചെയ്തല്ലേ. നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാണ്, എന്റെ കയ്യിൽ കൂപ്പൺ ഉണ്ട്, അതിങ്ങനെ ഓരോന്ന് മറിച്ച് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. അത് ബുക്കായിട്ട് തന്നെ എന്റെ കയ്യിലുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾ വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ കൂപ്പൺ നമ്പർ പ്രിന്റഡ് ആയിരിക്കുമോ അതോ എഴുതി തരുമായിരിക്കുമോ? അല്ല ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് കണ്ട് പിന്നെ ഇപ്പൊ ഞാനിപ്പോ എഴുതാൻ പോകുന്നത് 12/07 ആണ്. അല്ല 08 ഇത് പ്രിന്റ് അല്ല, പ്രിന്റാണ്. പ്രിന്റ് എന്ന് വെച്ചാല് ഇത് ആദ്യം ഇത് ബുക്കായിട്ട് അടിച്ചിറക്കി അതില് വേറെ സീൽ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പഞ്ചിയാണ്, എന്നാലുള്ളൂ അക്കം മാറി കിട്ടുള്ളൂ. പ്രിന്റ് ആകുമ്പോൾ ഒറ്റ ലെറ്ററല്ലേ വരുള്ളൂ. അവര് മൊത്തം പ്രിന്റ് ചെയ്യും, എന്നിട്ട് അവര് എന്ത് ചെയ്തുകൊണ്ടിരിക്കും. പഞ്ച് ചെയ്യുമ്പോ അങ്ങനെ ഒരു ലെറ്റർ വന്ന് പഞ്ച് ചെയ്യുമ്പോൾ അത് 1 ആണെങ്കിൽ പിന്നെ രണ്ടാമത് പഞ്ച് ചെയ്യുമ്പോൾ അത് 2 ആയിട്ട് മാറും, പിന്നെ 3 ആയി മാറും. അങ്ങനെ അൺലീഗൽ ബുക്കാണ് വരുന്നത്. ഓക്കെ. ഇതിപ്പോ നമ്മുടെ പേരിലാണോ വീട് അതോ ഇത് എങ്ങനെ? ഇപ്പൊ ഇൻ കേസ് നമ്മള് വീടൊക്കെ ഈ വീട് പിന്നെ എന്റെ ഒരു കസിന്റെ വീടാണ്. ഓക്കെ ഓക്കെ. അതിന്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അതൊരു 19 ലക്ഷം മൂല്യം വരുന്ന വീട് തന്നെയാണ്. 5 സെന്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ഇവർക്ക് ഇത്തിരി കടങ്ങളൊക്കെ കുടുങ്ങിയിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നമ്മളതൊന്ന് ഏറ്റെടുത്താണ്ട് ഒന്ന് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ അതിന് കൂടെ നമുക്ക് അത് മാത്രം നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് കൂടെ നമുക്കൊന്നുണ്ട് പിന്നെ സമ്മാനം വേറെ കാറും ബൈക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ നമ്മൾ നേരിട്ട് കാണിച്ചു തരാം. ഇതിന്റെ ബിൽഡിംഗ് ഓണറൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം, അതൊക്കെ ചെയ്യാം. അത് നമുക്ക് ലൈവാണ്, അതൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. ഓക്കെ ഓക്കെ. അല്ല ഇതിപ്പോ എനിക്ക് മെയിൻ ആയിട്ട് സംശയം വന്നെങ്കിൽ ഇപ്പൊ കുറെ നാളുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് നമ്മളല്ലേ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കുഞ്ഞാന്റെ വീട്. ഈ പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ സംഭവിച്ചു. നമ്മളെങ്കിൽ ആ ഒരു സംഭവം ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുമല്ലോ. അതെ അതെ. അല്ല ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ കുഞ്ഞാന്റെ വിഷയം പ്രശ്നമായ സമയത്ത് ഇതിനിപ്പോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ലോട്ടറി വിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇല്ല അതൊന്നും വന്നിട്ടില്ലല്ലോ. നമുക്ക് വേറെ ലീഗൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല കുഞ്ഞാന്റെ പ്രശ്നം വന്നത് അത് കുഞ്ഞാൻ തന്നെ സഹിക്കുക, അവൻ തന്നെ തീരുമാനിക്കുക. അവന് അതുമായി ബന്ധപ്പെട്ടില്ല പിന്നെ കേസും കാര്യങ്ങളും. നമ്മളെ ഇവിടെ കേരളത്തിൽ പണ്ട് മറ്റേ ഇല്ല അങ്ങനെ ഇല്ല. അത് പരാതി കൊടുക്കുമ്പോഴേ ഉള്ളൂ. അതായത് ലീഗലായിട്ട് പരാതി കൊടുക്കണം. പരാതി കൊടുത്ത് കേസാവണല്ലോ. അല്ല അതല്ല അങ്ങനല്ല ഞാൻ ചോദിച്ചേ. നമ്മുടെ ഇവിടെ കേരളത്തിൽ നേരത്തെ ഒരുപാട് ഇങ്ങനെ കൂപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ കേരള ലോട്ടറി മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ വേറെ ലോട്ടറി വിൽക്കാൻ പറ്റില്ല എന്നുണ്ടെന്നും അഷ്കർട്ടയ്ക്കോ ആരൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് അറിയാനായിട്ടായിരുന്നു ഇതിന്റെ. ഇല്ല, ഇതിപ്പോ നമ്മളെ ഭാഗത്ത് ഇപ്പൊ നമ്മളെ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂപ്പൺ തരുന്നുണ്ട്. അത് ഷിഫ്റ്റ് കാറും. അതെ അതെന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ ബോച്ചയുടെ ടീ നോക്കിയാലും പുള്ളി ടീ മേടിക്കുന്നതിനല്ലേ ഈ കൂപ്പൺ ഫ്രീ കൊടുക്കുക. അവരും ഇതേപോലെ തന്നെ 1000 രൂപീസിന് പർച്ചേസ് ചെയ്താൽ നമുക്ക് കൂപ്പൺ തരുന്നുണ്ട്. അതെ പക്ഷെ നമ്മൾ അതേ സിസ്റ്റം തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ ഫിസിക്കലായിട്ട് ഇതിന്റെ നിയമം അതേ നിയമം തന്നെയാണ് ഇതിനും വരുന്നത്. അത് അവര് പർച്ചേസ് ചെയ്യുമ്പോ അതിന്റെ ലാഭത്തില് കൊടുക്കുന്നതാണ്. വലിയ എമൗണ്ടിനാണല്ലോ. ചെറിയ എമൗണ്ട് പർച്ചേസ് ചെയ്താൽ കൊടുക്കൂലല്ലോ, വലിയ എമൗണ്ട് പർച്ചേസ് ചെയ്താലേ കൊടുക്കുള്ളൂ. ഇത് നമ്മളതിനെ ചെറിയ സംഭവമില്ല. അതൊരു കാറ് മാത്രമേ ഉള്ളൂ, കാറും ബൈക്കും ഒക്കെ അത് കൊടുക്കുന്നത്. ഇതങ്ങനെയല്ലല്ലോ. ഇത് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എത്ര 50 ലക്ഷം റേറ്റ് വരുന്ന ഇതല്ലേ കൊടുക്കുന്നത്.
എനിക്ക് എന്തെങ്കിലും ഒരു വീടിന്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്ന് അയക്കാൻ പറ്റുമോ? നമുക്ക് ഇതിപ്പോ ഡോക്യുമെന്റ്സ് ആരുടെ പേരിലായിരിക്കും ശരിക്കും ഈ വീടിന്റെ ഒക്കെ? അവരുടെ പേരിലാണ് ഇപ്പൊ നിലവിൽ ഡോക്യുമെന്റ് കംപ്ലീറ്റ് എഗ്രിമെന്റ് ആണുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ അതേ വീടിന്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ ഒരു 2 days കൊണ്ട് അതായത് പിന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചുതരാം. ഓക്കെ ഓക്കെ ഓക്കെ. 2 days കൊണ്ട് അയച്ചുതരാം. ഞാൻ ഇനി നാളെ മറ്റന്നാളെ അങ്ങോട്ട് പോവുള്ളൂ, വീടിന്റെ അടുത്തേക്ക് പോവുള്ളൂ. ഓക്കെ 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 ഓക്കെ. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. കടബാധ്യതയാണല്ലേ? കടബാധ്യത അങ്ങനെ ഒരു വിഷയം വന്നപ്പോ നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാണ്. മനസ്സിലായി മനസ്സിലായി. നമുക്ക് അതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുത്താൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് പറ്റുമെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കണേ. ചെയ്യേണ്ട കാര്യങ്ങളോ? അതെ അതെ. കാരണം മെയിനായിട്ട് ഡൗട്ട് തോന്നി. കാരണം ഇവരുടെ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയോ ചില അപാകതകൾ, പിന്നെ അവർ 5 മണിക്കൂർ ആയപ്പോഴത്തേനും യൂട്യൂബിൽ പലതും പറഞ്ഞു തുടങ്ങി ആൾ. അത് എന്ത് വിട്ടാലും അങ്ങനെ തന്നെ. അപ്പൊ ഈ പ്രശ്നം എന്താണെങ്കിലും അങ്ങനെ തന്നെ വരികയുള്ളൂ. നമുക്കിട്ട് ഒരുപാട് എൻക്വയറി വന്നല്ലോ ഇപ്പോ. ഓ ശരി ശരി. ഒത്തിരി എൻക്വയറി വന്നപ്പോ. ഓ ശരി ശരി ശരി. ഓക്കെ, ഒത്തിരി എൻക്വയറീസ് ഒക്കെ അവർക്ക് വന്നിട്ടുണ്ട്. ഇവർക്കിത് ലീഗലാണ് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് പക്കയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനൊരു യൂട്യൂബറാണ് എന്ന് പറഞ്ഞ് വിളിച്ച സമയത്ത് ഇവരെനിക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യായിരുന്നു. ആൾ ഓൺലൈനിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ എൻ്റെ മെസ്സേജിന് റിപ്ലൈയും കാര്യങ്ങളൊന്നും ആള് തരാൻ റെഡി ആയിട്ടില്ല. ഞാൻ വീഡിയോ ഒരു ഹായ് ഇട്ടിട്ടുണ്ട്, അതിൽ യാതൊരു റെസ്പോൺസും ഇല്ല. ആൾ ഓൺലൈനിലുണ്ട്, പക്ഷെ എനിക്ക് റിപ്ലൈ തരാനൊന്നും റെഡി ആയിട്ടില്ല. ഇത് ജെനുവിനാണ് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പോലും ഇവരെ കൊണ്ട് പറ്റുന്നില്ല. അത്രയ്ക്ക് നിയമസാധ്യത ഇല്ലാത്തൊരു സാധനമാണ് ഇത്. എത്രയും പെട്ടെന്ന് കേസാവുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞൻ പാണ്ടിക്കാട് അടുത്ത് തന്നെയുണ്ട്, പുള്ളിക്കാരനെതിരേക്ക് എൻ്റർ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആരൊക്കെ ഈ ലോട്ടറി എടുക്കും എന്നൊന്ന് കമന്റ് ഇടാവോ? മറ്റൊരു വീഡിയോ ആയിട്ട് വന്നത്. ബൈ.